കോതമംഗലം മരിയൻ അക്കാദമിയിലെ MBA വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടത്തിവരുന്ന ഓൾ കേരള ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽസ് ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വച്ച് നടന്നു. കോതമംഗലം മരിയൻ അക്കാദമിയിലെ MBA വിദ്യാർത്ഥികൾ ചേർന്ന് കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്ലബ്ബാണ് തണൽ. തണലിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 3 വർഷമായി കോതമംഗലത്തെ സർക്കാർ ആശുപത്രിയിൽ മൺഡേ മീൽ പ്രോഗ്രാം എന്ന പേരിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. കുട്ടികളിലെ ഈ സേവന സന്നദ്ധത കേരളത്തിലെ മറ്റു കോളേജുകളിലേക്കും എത്തിക്കുവാനും യുവതലമുറയെ സേവന മേഖലയിൽ കൂടുതൽ തൽപരരാക്കാനുമായി MBA വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഓൾ കേരള ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ ക്യാമ്പയിൻ. കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളും വിശപ്പുരഹിതമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ മുഖ്യ ലക്ഷ്യം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സർക്കാർ ആശുപത്രിയിലും അതാത് ദിവസത്തെ ഭക്ഷണം നൽകിക്കൊണ്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ഫെബ്രുവരി 20-ന് കോതമംഗലത്ത് വെച്ച് നടന്ന വോക്കത്തോണോടുകൂടിയാണ് ക്യാമ്പിന് തുടക്കം കുറിച്ചത്. കോതമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് എറണാകുളം ജില്ലയിലെ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി ഉദ്ഘാടനം ചെയ്ത ക്യാമ്പയിനിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ, മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ K. പീറ്റർ, MBA ഡിപ്പാർട്ട്മെന്റ് HOD എൽദോ M. ബേബി, അസിസ്റ്റന്റ് പ്രൊഫസർ ഐനു എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി ഹോസ്പിറ്റലിലെ 100ഓളം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകി. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പല സംഘടനകളും വ്യക്തികളും ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിൽ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ സാമ്പോൾ വന്നതിന് ശേഷം അത് കൂടുതൽ വിപുലീകരിച്ച് മുഴുവൻ ദിവസവും 365 ദിവസവും ഭക്ഷണം കൊടുക്കുന്ന 3 നേരം ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ആ സംവിധാനം മാറ്റി കൊണ്ടുവരണം എന്ന് നമ്മൾ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.